അമ്മയുടെ കൂട്ടുകാരനായിരുന്നു. ഒപ്പം പഠിച്ച പഠിച്ച കൂട്ടുകാരനായിരുന്നു. അവൻ നമ്മൾ സംസാരിച്ചിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല. അങ്ങനെ അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോന്നുള്ള പേടി. പ്രശ്നം നേരത്തേക്ക് ഉണ്ടായിരുന്നു, അടി വഴക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് അടി പിടിയൊന്നും ഇല്ല. വാക്ക് വർക്കൊക്കെ ഉണ്ട് ആൾക്കാരെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മള് മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂട്ടുകാരന്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവന്റെ പേര് ഹരി. അവന്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി, എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും, അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ആദ്യം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള വോയിസ് ഒരു ക്ലിപ്പ്, ഒരു പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള അറിയില്ല. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ 2 ദിവസം മുന്നേ ഹസീന ബീവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയെ കഴുത്തറുത്ത് ഭർത്താവ് കൊന്നു. സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താവ് കൊലപ്പെടുത്തിയിട്ടുള്ളൊരു ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ള അറിയില്ല. കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം നാടിനെ നടക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ ന്യൂസിലൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കണ്ടിട്ടുള്ളൊരു ന്യൂസാണത്. 36 വയസ്സാണ് ആ സ്ത്രീക്ക്. പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. സുരേഷ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. ഒരു ദിവസം രാവിലെ കുട്ടികൾ കരച്ചിൽ കേട്ട് നോക്കുന്ന സമയത്ത് കഴുത്തറുത്ത് ചോരയിൽ കുളിച്ച് കണ്ണൊക്കെ മുകളിലേക്കായിട്ട് നാക്ക് പുറത്തേക്ക് തള്ളിയിട്ടുള്ള അമ്മേനെയാണ് അവർ കണ്ടിട്ടുള്ളത്. ഹസീന ബീവി പറഞ്ഞ സ്ത്രീയെ ഇയാൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഇയാൾ എന്നിട്ട് കയ്യും കഴുകി ഇറങ്ങിയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് പോവുകയുണ്ടായത്. അങ്ങനെ അയാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു വാർത്ത വന്നു. അയാൾ ഒരു തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് ഇയാളുടെ വാഹനം ഉപേക്ഷിച്ച് അവിടെ അയാൾ വണ്ടിയുടെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി അയാളും സ്വയം ജീവനൊടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ്. 4 മക്കളാണ് അവർക്ക്. അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച് 4 മക്കളുമായിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ദിവസം രാവിലെ ഈ 4 കുട്ടികൾ, മൂത്ത കുട്ടിക്ക് 18 വയസ്സ്, രണ്ടാമത്തെ 17 വയസ്സ്, പിന്നെ 8-7 വയസ്സുള്ള 8-9 ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ തലേദിവസം രാത്രി അച്ഛനമ്മയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ മനസ്സിലൊരു ട്രോമയായിട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അച്ഛനമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അന്ന് രാത്രി അവർ വളരെ സന്തോഷം തന്നെ അവർ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൻ്റെ ക്ലിപ്പിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ പ്ലേ ചെയ്തതാണ്. അത് ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ കുട്ടിയുടെ ആയിട്ടുള്ള ഒരു ചാനൽ നടത്തിയിട്ടുള്ള അഭിമുഖത്തിൻ്റെ ചെറിയൊരു പോർഷൻ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവരങ്ങനെ പോയി കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നിലവിളി കേട്ട് നോക്കുമ്പോൾ അമ്മേനെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം, ഈ ഒരു വിഷയം ഏകദേശം സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ വ്യൂവർഷിപ്പ് കഴിഞ്ഞു എന്നറിയാൻ ഉദ്ദേശിച്ച്. പക്ഷേ എന്ത് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇവരുടെ ഈ കുട്ടികളും ഈ അച്ഛനും അമ്മ ഇവരുടെ ഇടയിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ട്. ഇന്ന് ഈ ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഒരു പോർഷൻ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഹരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് ഈ പെൺകുട്ടി, ഈ മൂത്ത കുട്ടി ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഈ പെൺകുട്ടി പറയുന്നത് കേട്ടു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അമ്മയുടെ സുഹൃത്താണ് ഹരി എന്നാണ് പേര്. ഈ ക്ലിപ്പുണ്ട്. ഈ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവനെ വിടാൻ പാടില്ല, ഹരിയെ വിടരുത് എന്നും പറഞ്ഞിട്ട് അത്രയും വൈകാരികമായിട്ടുള്ള അത്രയും കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു കുട്ടിയുടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാൻ കംപ്ലീറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഏകദേശം 33 മിനിറ്റോളം ഉണ്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. പക്ഷേ ഞാനൊരു സമ്മറി പോലെ സംഗതികൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി. ഇത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, വീണ്ടും ഞാൻ പറയട്ടെ, ഈ ഹരി എന്ന് പറയുന്നവൻ്റെ പേര് പോലീസ് അവിടെ കണക്കിലെടുത്തിട്ടില്ല എന്നൊരു ആരോപണം ഈ കുട്ടി പറയുന്നുണ്ട്. അതായത് അമ്മയുടെ സുഹൃത്ത് എന്ന പേര് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് പറഞ്ഞിട്ടില്ല. അതായത് ഈ സ്ത്രീ വേറെ ഈ ചെറിയ കുട്ടീനെയും കൊണ്ട് വേറെ സ്ഥലത്ത് പോയി നിന്നിട്ടുള്ള അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് കൊലയ്ക്ക് റിലേറ്റഡ് ആയിട്ട് ഇത്രയും ഒരു കണക്ഷൻ ഉള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടും ആ ഒരു വ്യക്തിയുടെ പേര് എന്തുകൊണ്ട് പോലീസ് എടുത്തില്ല എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു കുട്ടി എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ പറയാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് വരും. നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. മാത്രമല്ല മറ്റുള്ളവർക്ക് താല്പര്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് ന്യൂസായി ഇങ്ങനെ സംസാരിക്കുന്നു. നോക്കൂ, ഞാൻ ഈയിടെയായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 1.5 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ചാനലിൽ ഞാനൊരു കോണ്ടന്റ് ഒന്ന് മാറ്റി പിടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ
അന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർ നോക്കിയിട്ടുണ്ടാവും. ഞാൻ ക്രൈം സ്റ്റോറി ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് പണ്ടത്തെ കഥകളൊക്കെ എടുത്ത് പറയുന്നത്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ക്രൈം സ്റ്റോറിക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കഥയിലേക്ക് കയറേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത്രയധികം കാര്യങ്ങൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിശയം തോന്നിപ്പോകും, നമ്മുടെ നാട്ടിലാണോ കേരളത്തിലാണോ മലയാളത്തിലാണോ. നമ്മൾ മലയാളികൾക്കിടയിൽ തന്നെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, അതായത് നല്ല രീതിയിൽ കഴിഞ്ഞു കൂടേണ്ട ഒരു കുടുംബം, അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞു കൂടേണ്ട ഒരു കുടുംബം 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ അച്ഛന് ഓവർ പൊസസീവ്നെസ് ആണ്. നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഇയാൾ ഓവർ പൊസസീവാണ്. പ്ലസ് അയാൾക്ക് സംശയമുണ്ട്. അപ്പോൾ സംശയരോഗം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വില്ലനായിട്ട് വരുന്നൊരു സംഭവമാണ്. ഭയങ്കര വില്ലനാണ്. ഒരു ഹസ്ബൻഡിനോ വൈഫിനോ തൻ്റെ പാർട്ട്ണറെ വിശ്വാസമില്ല, ഒരു സംശയം വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. മറ്റാൾക്ക് പിന്നെ പിന്നെ ഇപ്പോൾ ഒന്നും അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ആ ഒരു ലൈഫിനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ അത് മാത്രം മതി. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇന്ന് ഈ ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം വെറും ഒരു സംശയം മാത്രമായിരുന്നില്ല, ആ സ്ത്രീക്ക് വേറൊരു പുരുഷനായിട്ടുള്ള ബന്ധം കൂടി ഉണ്ടായിരുന്നു, അയാളുടെ കൂടെയാണ് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ ആയിരിക്കും ഇയാൾ ഭയങ്കര ഓവർ പൊസസീവായിട്ട് ഭയങ്കര ഇയാൾ ഫ്രീഡം കൊടുത്തിരുന്ന. ഞങ്ങൾ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇയാൾ തീരെ ഈ സ്ത്രീക്ക് ഫ്രീഡം കൊടുത്തിരുന്നില്ല. അപ്പോൾ ഫ്രീഡം കിട്ടാത്ത രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് പിന്നെ എന്താ പറയുക, വേറെ ഒരു പുരുഷനായിട്ടുള്ള ഒരു തണൽ കിട്ടിയ സമയത്ത് പോയി എന്നുള്ളതൊക്കെ പല വാദങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലൂടെ, ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ കണ്ടു. എത്രയോ സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാർ മരിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ ഇത് കിട്ടിയാൽ മാത്രം, അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കാനുള്ള മക്കളില്ലേ, സ്വന്തം മക്കളില്ലേ, അപ്പോൾ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു ഒരു പരപുരുഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചോ അതേ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഭാര്യ വല്ലാണ്ടാക്കണമെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചും ഒരു കാര്യമില്ല, വേറെ തേർഡ് പേഴ്സണോട് ലേഡീനോടോ അങ്ങനെ സംസാരിച്ചിട്ട് ഒരു സാന്ത്വനം കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും എന്താണ് ഈ വിഷയം എന്നുള്ളത് പറയാം. ഇവർ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് വീട് ഇവർക്കില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യും എന്ന് വരെ ചിന്തിച്ചു. ഇവർക്കിടയിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പല പ്രോബ്ലംസും ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഫ്രീഡം കൊടുക്കുന്നില്ല, ഈ സ്ത്രീയെ സംശയമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്താണ് ഇയാൾക്ക് ഈ സ്ത്രീക്ക് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇയാൾക്ക് സ്വാഭാവികമായിട്ട് വന്നു. അതിൻ്റെ പേരിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നു. ഈ 4 കുട്ടികളും, ഈ 7, 8, 9 വയസ്സിൻ്റെ 2 കുട്ടികളും പിന്നെ 17, 18 ഈ 2 പെൺകുട്ടികൾ, ഈ മൂത്ത പെൺകുട്ടികൾ, ഇവർ നിരന്തരമായിട്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ ഒരു സംശയം റിലേറ്റഡ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലേക്ക് വാടക വീട്ടുകളിലേക്ക് മാറി താമസിച്ച് വരികയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ സ്ത്രീ ഒരു പ്രാവശ്യം ഇവർക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ഇയാളൊന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാൾക്ക് എപ്പോഴും മനസ്സിനുള്ളിൽ ഇങ്ങനെ തോന്നുക അത്ര അമ്മ നമ്മളെ വിട്ടിട്ട് പോകും എന്നുള്ള സ്ഥിരമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര. ഞാൻ ഈ കുട്ടിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനിലായാലും ആ കുട്ടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അറിയും, ഇയാൾ ഈ സ്ത്രീ അത്രയധികം സ്നേഹിച്ചിരുന്നു, ആ സ്ത്രീ തിരിച്ചത്രയും സ്നേഹിച്ചിരുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം അതങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സ്വന്തം മകൾ തന്നെയാണ് പറയുന്നത്, അച്ഛനും അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അച്ഛൻ അത്രയധികം അമ്മയെ സ്നേഹിച്ചിരുന്നു, അച്ഛൻ അമ്മ ഇല്ലാണ്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ള കാര്യം ഇയാൾ നിരന്തരമായിട്ട് പറയുന്നു. പിന്നെ മാത്രമല്ല സ്കൂളിലെ കുട്ടികളുടെ ടീച്ചേഴ്സും കാര്യങ്ങളും അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇവർക്ക് ഈ വ്യക്തിക്ക് അച്ഛന് അത്രയും സ്നേഹമായിരുന്നു, കുട്ടികളെ നല്ല നോക്കിയിരുന്നൊരു അച്ഛനായിരുന്നു എന്ന് കേൾക്കുന്നത്. എന്തായാലും 2 പേരും ഈ ഭൂമിയിലായി കുട്ടികൾ കംപ്ലീറ്റ് അനാഥായിട്ടുണ്ട്. ഈ ഹസീന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ഒരു ദിവസം നോക്കുമ്പോൾ വീട് വിട്ട് പോവുകയാണ്. അവർ എന്നിട്ട് പിന്നെ മിസ്സിംഗ് കേസ് കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. അമ്മ വരുമായിരിക്കുന്നില്ലേ എന്നുള്ള ഈ സുരേഷ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. ഇയാൾ തിരിച്ചു വന്നതിന് ശേഷം എലിവേഷം വാങ്ങിക്കഴിക്കുന്നു, ആശുപത്രിയിലാവുന്നുണ്ട്. ഈ കുട്ടികൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇയാൾ അവിടുന്ന് ഈ ഒരു സിറിഞ്ചും കാര്യങ്ങളൊക്കെ വലിച്ചു ഊരിയിട്ട് ഇറങ്ങി ഓടുന്ന ഒരു സിറ്റുവേഷനായിട്ട് പിന്നെ വീണ്ടും ഇയാൾ അവിടെ തന്നെ തിരിച്ചു കൊണ്ടിട്ടിട്ട് 2 പ്രാവശ്യം ഇതിൻ്റെ പേരിൽ വിഷം കഴിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ ഇയാളെ വിട്ടുപോയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് 2 പ്രാവശ്യം ഈ വ്യക്തി വിഷം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനത്തെ പല മാനസിക സംഘർഷങ്ങളുടെയും ഹസീന ബീവി കാരണം പല മാനസിക സംഘർഷങ്ങളോടെയും കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇയാൾ. അങ്ങനെ ഒടുവിൽ ഈ സ്ത്രീ ഒരു ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് അതിലുള്ള ഒരു കുട്ടീൻ്റെ 8 വയസ്സുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ടാണ് പോകുന്നത്. ആ അനിയത്തിനെയും വിളിച്ചിട്ടാണ് ഈ സ്ത്രീ പോകുന്നത്. അനിയത്തിനെയും വിളിച്ചിട്ട് മറ്റേ ഹരി എന്ന് പറഞ്ഞവൻ്റെ കൂടെ പോയി. വീണ്ടും ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു വ്യക്തി ഇവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയം കാണുന്ന സമയത്ത്, ഈ കുട്ടി പറയുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഡെഫിനറ്റ്ലി ഇതിലും കൂടി പ്രതി ചേർക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിനെ ഇതിൽ കൊണ്ടുവരണം. കാരണം അങ്ങനെ ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ഒരുത്തനും ഇവിടെ വാഴാൻ പാടില്ല.
ഈ ഹസീന ബീവിയുടെയും സുരേഷിൻ്റെയും ആ 4 കുട്ടികളുടെയും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് ഇനിയിപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ആ ഒരു കുടുംബം നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഈ ഒരു വ്യക്തി, ഈ ഒരു തേർഡ് പേഴ്സണെ ഒരു കാരണവശാലും അവനങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കാൻ പാടില്ല. ഇതൊന്നുമല്ല ഞാൻ ബാക്കി പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് ഇവർ ഇരിക്കുമ്പോൾ അവിടുന്ന് ഫോൺ വരികയാണ്. ഈ സ്ത്രീ പോലീസുകാർ വിളിച്ചിട്ട് പറയുകയാണ്, ഈ സ്ത്രീനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്, ഈ സ്ത്രീ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു, 1-ാം തീയതി വരും എന്ന് പറഞ്ഞു. വരും എന്ന് പറയുന്ന സമയത്ത് ഈ സ്ത്രീ ചെന്നൈയിലാണ്. ഈ സ്ത്രീ ചെന്നൈയിലേക്ക് പോയിട്ടുള്ളത് ഇതിൻ്റെ താഴെയുള്ളൊരു പെൺകുട്ടിനെയും കൊണ്ടാണ്, അതിനെയും കൊണ്ടാണ് പോയിക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ഈ അമ്മയോട് കൂടുതൽ അടുപ്പാണ്, ഈ ഹസീനയോട് കൂടുതൽ അടുപ്പുണ്ടായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇയാൾ പിന്നെയും വിഷം കഴിക്കുന്ന സിറ്റുവേഷനായി. സ്റ്റേഷനിൽ വന്നതിന് ശേഷം പോലീസുകാരെല്ലാം കോംപ്രമൈസായി വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് പിന്നെ ഇയാൾ ചോദിക്കുന്നത്, അമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ, അമ്മ ഒന്നും അല്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ആ ഇത് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് തോന്നുന്നത്, എടി അമ്മ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, അമ്മ നമ്മളോ എന്താടി ഒന്നും മിണ്ടാത്ത. അപ്പം മക്കൾ പറഞ്ഞു, 18 വയസ്സുള്ള ആ കുട്ടിക്ക് എന്ത് പക്വതയോടുകൂടി സംസാരിക്കുന്ന അറിയാം. 18 വയസ്സുള്ള ഈ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, അച്ഛൻ മുണ്ടും, അല്ല അമ്മ മുണ്ടും, അച്ഛൻ വിഷമിക്കേണ്ട, അമ്മ മുണ്ടും, അച്ഛൻ സമാധാനമായിട്ടിരിക്കും. എന്നിട്ട് ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ സ്ത്രീ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കേസുണ്ട്. ഇയാളായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഇയാൾ എന്നോടൊരു പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പായപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഒരു കാരണവശാലും ഇയാൾ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ 2 പേരും പോയി കിടക്കുന്നു. ഈ സ്ത്രീ പോയി കിടക്കുന്ന ഒരു കുട്ടിയുടെ റൂമിൽ താഴെ പായ വരിച്ചിട്ടാണ് കിടക്കുന്നത്. ഈ കിടക്കുന്ന സിറ്റുവേഷനിൽ എല്ലാവരും രാത്രി പോയി കിടന്നുറങ്ങിയ സമയത്ത് രാവിലെ ഒച്ച കേട്ട് നോക്കുമ്പോഴാണ് ഈ അപ്പോൾ തൊട്ടൊപ്പം കിടക്കുന്ന കുട്ടി വിചാരിച്ചു അച്ഛൻ എന്തോ അമ്മയുടെ വായ പൊത്തി പിടിക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ കത്തിയെടുത്ത് പോയിട്ട് ഈ സ്ത്രീയുടെ കഴുത്തറുത്തിട്ട് കൊന്നു. അപ്പോൾ എല്ലാവരും കൂടി കുട്ടികളൊക്കെ ഓടിക്കൂടി. ഞാൻ ആ കുട്ടികളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. ഈ 4 കുട്ടികൾ ജീവിതത്തിൽ അച്ഛൻ എത്ര നല്ല രീതിയിൽ കഴിയേണ്ടത് ആൾക്കാരാണ്. അച്ഛൻ സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ആ ഒരു സീന് നേരിട്ട് കണ്ടിട്ടുള്ള ആ മക്കളുടെ ഒരു അവസ്ഥ. പിന്നെ ഇയാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി കാറെടുത്ത് പോകുന്നു. പിന്നെ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസിൽ കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ വന്നു. ഇയാൾ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു. പിന്നീടാണല്ലോ അപ്പോൾ നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും ഇയാളും സ്വയം ജീവൻ ഒടുക്കി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ചെയ്യും. ഒരു കാര്യം ഷുവറാണ്, ഈ കുട്ടി പറയുകയാണ്, അതായത് പിന്നെ അമ്മ ഇല്ലാണ്ട് അച്ഛന് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അയാൾ ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവായിട്ട് തോന്നി. പക്ഷേ എത്ര സ്നേഹമുള്ള ഭർത്താവാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾ എന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ കാരണം ഒരു ഇതുമില്ലാതെ ജീവിതത്തേക്ക് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള 4 കുട്ടികളാണ്. അവരോട് റെസ്പോൺസിബിലിറ്റി തന്തയ്ക്ക് തള്ളയ്ക്കുണ്ട്. അപ്പം ഇനി അങ്ങനെ ഒരു തള്ള വേറെ ആരെങ്കിലും കൂടെ പോയിന്നുണ്ടെങ്കിൽ ആ 2ാമത്തെ കുട്ടീനെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളുടെ കൂടെ ജീവിക്കുന്നില്ല. എത്ര ആൾക്കാർ ജീവിക്കുന്നില്ലേ? ഭാര്യമാരും മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാർ ജീവിക്കുന്നില്ലേ? ഒളിച്ചോടിപ്പോയി എത്ര ആൾക്കാർ ജീവിക്കുന്നില്ലേ? സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ? അതുപോലെ ചെയ്യല്ലേ വേണ്ടത്. പക്ഷേ ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥ സെയിം ആയിരിക്കില്ല. പക്ഷേ ഇതൊരിക്കലും ഈ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഒരിക്കലും ഒന്നിനും ഒരു പ്രതിവിധിയല്ല. അപ്പോൾ ഇയാൾ പിന്നെ ജീവനൊടുക്കി. അപ്പോൾ അയാളിങ്ങനെ പറയുമായിരുന്നു, നമ്മളില്ലാതെ ഒരിക്കലും അച്ഛൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വളരെ സാഡനിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു സംസാരിച്ച സമയത്ത് ഞാൻ ഈ ക്ലിപ്പ് വെക്കുന്നില്ല. എന്താ പറയുക വെച്ചാൽ ഇത് പിന്നെ ഈ കുട്ടികൾ സംസാരിക്കുന്ന കേസൊക്കെ പല കാര്യങ്ങളും എനിക്ക് സെൻസിറ്റീവായിട്ട് വന്നിട്ട് നമ്മുടെ ചാനലിൽ ഒരു 1-2 ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പോളിസി വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലിപ്പുകൾ പലതും വെക്കാതെ സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു വാർത്ത കണ്ടവർക്ക് അറിയാം. ഞാൻ ഇതിൻ്റെ ഒരു കമൻ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. എനിക്ക് ആ കുട്ടിയുടെ ഇത് നേരിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതാക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് വളരെ കൃത്യമായിട്ട് ഈ കുട്ടികൾ പോലീസിനോട് പറയുന്നുണ്ട്. ഇവനെ പ്രതി ചേർക്കണം, ഇവനെ അന്വേഷിക്കണം, ഇന്ന ആളുണ്ട്, ഹരി എന്നാണ് ഇവൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ കൂടി പോലീസ് അത് വകവെക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ഇൻസ്റ്റയിൽ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. ഈ ഹരി എന്ന് പറയുന്നവൻ ഇൻസ്റ്റയിൽ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ടടക്കം മറ്റവൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ എത്രത്തോളം ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് ഈ ഹസീന ബീവിയും ഈ ഹരി എന്ന് പറഞ്ഞവനായിട്ടുള്ള ബന്ധം. പോലീസ് ഒന്നും ചോദിക്കുന്നില്ല എന്ന്, ഒരു ഫ്രണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോലീസ് യാതൊരു വസ്തുവും ചോദിക്കുന്നില്ല എന്നുള്ള പറയുന്നത്. എന്തായാലും ഭയങ്കര ഒരു വിഷമകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് നമ്മുടെ നാട്ടിൽ. 1.5 വയസ്സുകാരൻ്റെ നെടുമങ്ങാടുത്തെ കേസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത കേസ്. നമ്മുടെ നാട് എവിടേക്കാണ് പോകണമെന്നുള്ളത് അറിയില്ല. മാനസികാരോഗ്യം നമ്മൾ എല്ലാവരും ഈ ഫിസിക്കൽ ഹെൽത്തിൻ്റെ പുറകെ പോകണം, ഹെൽത്ത് നോക്കുക, ഫിസിക്കൽ ഹെൽത്താണ്. പക്ഷെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഒരുവിധം ആർക്കും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് ഇങ്ങനത്തെ പല ന്യൂസ് കാണുന്ന സമയത്ത് മനസ്സിലാവും. എന്താ ഒരു രക്ഷയില്ല. എന്തായാലും എന്താണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടോളൂ. താഴെ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കുട്ടിയുടെ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ കേട്ടോ. അത് ഞാൻ ആദ്യം കണ്ടിട്ടുള്ള കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.